വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. നമ്മളിപ്പോൾ നിൽക്കണത് എവിടെയാണ്? അർത്തുങ്കൽ പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നേരെ നടന്ന ബീച്ചിലേക്കല്ല. ആദ്യമേ നമുക്ക് പള്ളിയിലൊന്ന് കയറിയാലോ. പള്ളി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അതിവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഈ പള്ളിയിൽ മാല ഇടാറുണ്ട്. മാല ഊരാറുണ്ട്. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉള്ള പള്ളിയാണ്. ശബരിമലയും പള്ളിയും തമ്മിൽ എന്താ ബന്ധം? എൻ്റെ കണക്ഷൻ എന്താണെന്ന് എക്സാക്ട്ലി എനിക്കറിയത്തില്ല. ഇത് പള്ളി കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പെരുന്നാൾ തീർന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അഴിച്ചെടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഒരുക്കങ്ങൾ അഴിച്ചെടുത്തോണ്ടിരിക്കുന്നു. പിന്നെ ഈ സാധനങ്ങൾ പന്തലൊക്കെ അഴിച്ചെടുക്കും. അങ്ങനെ ഒരുക്കങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇച്ചിരി ആലങ്കാരികമായിട്ട് പറയണം, കൊളോക്കിയലായിട്ട് പറയും. എനിക്ക് എഴുതാനും അറിയാമോ, പറയാൻ അറിയാം. എഴുതാനും അറിയത്തൊന്നുമില്ല. അതിനകത്തൊക്കെ കുറേ തെറ്റുകളുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങളങ്ങ് വിഴുങ്ങി വിടുന്നുള്ളൂ. ജിജോയ്ക്ക് അറിയാത്തവരും ജിജോ മിണ്ടാണ്ടിരിക്കണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ട് മടുത്ത് എന്ന് പറഞ്ഞിട്ട് കയറാണ്ട് നിൽക്കണതിൻ്റെ കാരണം ഇതാണ്. എനിക്കിപ്പോൾ മനസ്സിലായി. മടുത്തത് വേറൊന്നുമില്ല, ഷൂ ഇടാൻ പറ്റിയില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ ഷൂ ഉണ്ട്. എനിക്ക് ഊരി കയറാൻ പറ്റിയതിന് മടിയെന്ന് മടിയായിരുന്നു. അതിന് ചുമ്മാ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മടുത്ത്. അതുകൊണ്ട് ഞാൻ ഇനി കയറുന്നില്ല. അങ്ങനെയല്ല പറഞ്ഞേ. പിന്നെ ഒരു പ്രാവശ്യം ഒന്നും മടുത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം മടുത്തെന്നാ പറഞ്ഞേ. അങ്ങനെ ഇത് അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. ഈ നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്നേലും കാക്ക അല്ലെങ്കിൽ പട്ടി. സത്യം, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു വൈബ്. ഇത് കൊള്ളാം, ഷൂട്ട് ചെയ്യാനായിട്ട് ഇത് കൊള്ളാം. ഇത് വേണമെങ്കിൽ ആലോചിക്കാവുന്ന കേസാണ്. ഈവനിങ് ടൈമിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം വന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല. രാവിലെ ഇറങ്ങി തുടങ്ങിയാലേ വൈകുന്നേരത്തേക്ക് തീർക്കാൻ പറ്റുള്ളായിരിക്കും. കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യുന്നത് അവിടെ നിന്ന് കുറച്ചേരം ഇരുന്നിട്ട് പോകാം. വെയിൽ അതിൻ്റെ ഇരിക്കാൻ പറ്റും. വെയിൽ അവിടെ വെയില, അവിടെ ഒന്നുമില്ല. ഉപ്പുകാറ്റടിച്ചിട്ട് കരിവാളിച്ച്. അതെ, അത് തന്നെ അത്. ആ ഓ നൈസ്. ഇത് നമുക്ക് വാഗമണ്ണാന്ന് പറഞ്ഞ് വേണം ഷൂട്ട് ചെയ്യാൻ. കണ്ണ് കാണത്തില്ല കേട്ടോ. മരത്തച്ഛൻ ഇടിക്കല്ലേ. തലങ്ങും വിലങ്ങും മര. അവിടുത്തെ കടൽക്ഷോഭം നിയന്ത്രിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ട് മരം വെച്ചേക്കണത്. പണ്ട് അതിന്റെ അർത്ഥം തന്നെ ബ്രില്യൻസ് ഉപയോഗിക്കും. അല്ല, പണ്ട് ഇവിടെ വരെ കടലുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം പണ്ട് ഞാൻ പറയട്ടെ, ഈ കടൽക്ഷോഭം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങോട്ട് തിരടിക്കോ? അവിടെ വരെ തിരടിക്കുള്ളോ? ചോദിച്ചു നോക്കാം അവരോട്. ഇത്രയും കല്ലിട്ടാണ് നോക്കുന്നത്. കല്ലിട്ടേക്കണ അതിനായിരിക്കും. പുള്ളിക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവുള്ള. ചോദിച്ചു നോക്ക്. അവിടെ പാറക്കല്ലിട്ടേക്കണതിന്റെ അർത്ഥം എന്താണ്? പണ്ട് വെള്ളം ഇവിടം വരെ വരുമായിരുന്നു. അറിയത്തൊന്നുമില്ല. കടൽ ഇവിടം വരെ ഉണ്ടായിരുന്നായിരിക്കും. പിന്നെ അല്ലാണ്ട് പിന്നെ വേറെ ബ്രില്യൻ്റാന്ന് പറഞ്ഞല്ലേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഞാനിവിടെ വൈകുന്നേരം വന്നിട്ടുണ്ട്. വന്ന സമയത്ത് അതും ഈ പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ മാത്രം അധികം ആൾക്കാരില്ലായിരുന്നു. അങ്ങോട്ട് ആൾക്കാരുണ്ട്. ആ ഒരു ഏരിയ മൊത്തം പെരുന്നാളിൻ്റെ സീസണിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ. അത് നൈറ്റാണ് ഇവിടെ. നൈറ്റ് ഇവിടെ ഇപ്പം നൈറ്റ് ചിലപ്പോൾ മറ്റേ ടൂറിസ്റ്റ് അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ടൂറിസ്റ്റിന്റെ ഫെസിലിറ്റി ഇല്ല ഇവിടെ, കുറവാ. ഇവിടെ വിദേശികളൊന്നും അധികം വരാത്തതുകൊണ്ട് പീസ്ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിംസ് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ബീച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിംഗ് ആണ് കുറച്ചും കൂടെ നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ വെളുപ്പിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇരുട്ടനെ മുമ്പ് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് നമുക്ക് രാവിലെ തന്നെ ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിനി തന്നെ ഫുഡ് നമ്മൾ രാവിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. അതെ, വിശപ്പിന്റെ വെള്ളം പോലും കുടിച്ചിട്ടില്ല. വെള്ളം കുടിച്ചായിരുന്നു, പക്ഷെ ആ വെള്ളം പോരാ.
ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കോരി കുടിച്ചോ. പ്രൊഡ്യൂസറിന്റെ വക വീണ്ടും ക്രിഞ്ച്. നിങ്ങളൊക്കെ പുച്ഛിക്കാന്നിടത്തോളം പുച്ഛിക്ക്. നമ്മളൊരു പ്രൊഡ്യൂസറായി പോയില്ലേ, പാവം വേദനിക്കുന്ന കോടീശ്വരനായി പോയില്ലേ. നമ്മളെ പറഞ്ഞില്ലെങ്കിൽ പുള്ളി തന്നെ രജിസ്റ്റർ ചെയ്യുക, ഞാൻ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞിട്ട്. പ്രൊഡ്യൂസറെ നമുക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കേണ്ടി വരും. നായകൻ മാത്രം കിട്ടിയാൽ പോരെ, ഷൂട്ട് ചെയ്യാനുള്ള സാധനം വേണ്ടേ? എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്? നല്ലൊരു ക്യാമറ വേണം. അത് പിന്നെ വേണമല്ലോ. ഡിസ്കസ് ചെയ്തു റെഡ്, അത് പിന്നെ മാറ്റമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഈ പറയണതിൽ എനിക്ക് എന്തോ ചെറിയ സംശയം. റെഡ് എടുത്ത് ഇപ്പൊ തപ്പ്. മേടിക്കാനാണോ പറയണേ, വാടകയ്ക്കാണോ പറയണേ? രണ്ടായാലും നല്ലതാണ്. ഞങ്ങൾക്ക് എന്താണേലും കുഴപ്പമില്ല. റെഡ് ക്യാമറ 12,000 പെർ ഡേയോ? അത്രേ ഉള്ളൂ, വെറും 12,000 രൂപ. ഞാനൊരു 50,000 ഒക്കെ പ്രതീക്ഷ. ആര്യ ലക്ഷം നോക്കി അതിന് റേറ്റ് കൂടുതല. 12,000 രൂപ മൊത്തം ബഡ്ജറ്റ് ഇല്ല. അല്ല 12,000 രൂപ വരും. ഒരു പെർ ഡേ ആണ് പെർ അവർ ആണ്? എനിക്ക് സംശയം. പെർ ഡേ പെർ അവർ ആയിരിക്കും. അല്ല പെർ ഡേ കുഴപ്പമില്ല. ആർക്കും കുഴപ്പമില്ലെന്ന്. അല്ല അന്നേരം നമുക്ക് മറ്റേ പകുതി മതി. രാവിലെ മേടിച്ച് ഉച്ച ചെയ്യുമ്പോൾ കൊടുക്കും. പകുതി മുറിച്ചാണ് മേടിക്കണത്. 6,000 രൂപ കൊടുത്താൽ മതി. നടക്കിയല്ല. 12,000 രൂപയൊന്നും പോകാൻ നടക്കണ കാര്യമൊന്നുമില്ല. അതൊന്നും ഇല്ല. 24 മണിക്കൂറുണ്ട്. 12 മണിക്കൂറാണെങ്കിൽ 6,000. എനിക്ക് 12 മണിക്കൂർ കൊണ്ട് നിങ്ങൾ തീർക്കോ? നമുക്കൊരു 2-3 മണിക്കൂർ മതി. 3 മണിക്കൂർ മതി. ഇനിയിപ്പം ക്യാമറ പ്രവർത്തിക്കാൻ ആകെ 2 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. 12,000 രൂപ മുടക്കിയിട്ടുള്ള നടക്കൂല, ബഡ്ജറ്റ് ഇല്ല. പ്രൊഡ്യൂസർ സമ്മതിച്ചത് അത് ഞാനത് മറ്റേ ലോക്കൽ സാധനം വല്ല ആയിരിക്കും, ചെറിയ പൈസ. ആദ്യമേ ബീച്ച് പറഞ്ഞ് വൈക്കം ബീച്ച് കൊണ്ട് കാണിച്ചു. പിന്നെ റെഡ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയണ 12,000 രൂപ. എനിക്കറിയാൻ പാടില്ലാത്തൊരു സാധനം വെച്ചിട്ട് എന്നെ പറ്റിച്ചെന്ന് പറയാ. അതാ നല്ലത്. നിങ്ങൾ എന്നാ ഉദ്ദേശിക്കണം? മൊബൈൽ എടുക്കാനോ? മൊബൈൽ ഫോൺ എടുക്കാനാണോ? ഇത്രയും വലിയ സാധനമാണോ നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരുന്നത്? അല്ല അത് ലെൻസാ, ലെൻസ് മാത്രം. ക്യാമറ ഇത്രേ ഉള്ളൂ. അതൊന്നും നടക്കിയല്ല. അതൊന്നും ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. റെഡും ഇതെന്നൊക്കെ പറഞ്ഞത്. റെഡ് ബ്ലൂ അങ്ങനെയാണ്. ബ്ലൂ മതി. 12,000 രൂപ പെർ ഡേ വരണമെങ്കിൽ അതിനകത്ത് എന്താ പ്രത്യേകത ഉള്ളത്? അതാ ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് അത് സിനിമ 12,000 രൂപ വരുന്നെങ്കിൽ അതിനകത്ത് എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ ഒന്ന് ചുമ്മാ ആലോചിച്ച് നോക്കി. ആലോചിച്ച് സിനിമയിൽ ഉപയോഗിക്കുന്ന ക്യാമറയാണ്, അത്രയും ക്വാളിറ്റി. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ക്യാമറാമാനെ നമ്മളൊരു ക്യാമറ റെന്റിന് എടുക്കുമ്പോൾ എത്ര രൂപ അറിയോ? അതൊരു 10,000 രൂപ. അത് ഒരു 2,000 രൂപ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ് കിട്ടുന്നതാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഈ വരെ എനിക്ക് തോന്നണില്ല ഇത്രയാണോ, ഇതിനേക്കാളും കൂടുതലാവാനാണ് ചാൻസ്. പിന്നെ ഇപ്പൊ കുറെ മാത്രമല്ല, 12,000 രൂപ കിട്ടുകയാണെങ്കിൽ അല്ല കിട്ടത്തില്ല. ഇത് പ്രവർത്തിക്കാൻ അറിയാവുന്നവരുടെ കൊടുത്തുവിടുള്ളൂ. അപ്പൊ അവരുടെ കൂടെ കൂട്ടിയിട്ട് 50,000 രൂപ വരും. അപ്പൊ അവരുടെ കൂടെ ചെലവും കൂടെ കൂട്ടിയിട്ട് അത് വരാനുള്ളൊരു ചെലവും കൂടി ഉണ്ട്. വരാനുള്ളൊരു ട്രാൻസ്പോർട്ട് അതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല, അതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഷൂട്ട് ചെയ്യണ്ടെന്ന് വെച്ചാൽ മതി. അതെ, നമുക്ക് ഇവിടെ റെഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കണ്ടിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി ഒക്കെ എടുത്തിട്ട് പറഞ്ഞു വിടാം. അതെ, എന്നാലും ഈ ക്യാമറ ഇപ്പോൾ വേണ്ട, നമുക്ക് 10ാമത്തെ ഷോർട്ട് ഫിലിമിൽ എടുക്കാം. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം റെഡിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇനി ഭാവിയിൽ നമ്മളത് ചെയ്യുവാണെങ്കിൽ നമ്മൾ അത് എന്തായാലും നമ്മളിവിടെ റെഡിൻ്റെ ക്യാമറ നമ്മൾ കൊണ്ടുവന്നിരിക്കും. അല്ല, നമുക്കത് പരിഗണിക്കാം. അത് ഇങ്ങേരെ കൊണ്ട് തന്നെ ഇറക്കി ഇങ്ങേരെ തന്നെ പൈസയും മുടക്കും. ഇതൊക്കെ എന്തുറപ്പില്ല ഈ പറയണേ? ഇതാണ് നമ്മുടെ ചലഞ്ച് എന്നല്ല നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ. അങ്ങനെയാണോ? ഓക്കെ. 11-12 മണിയാകുമ്പോൾ പോണേ ഉള്ളൂ. വേറെ ഒരു ലൊക്കേഷൻ പോകുന്നുണ്ട്. ഇനി ബീച്ച് തന്നെ ഇല്ലയോ? ഇനി പോയാലോ? പിന്നെ ആലപ്പുഴ ബീച്ച് അല്ലാണ്ട് ഹിൽ സ്റ്റേഷൻ കിട്ടുമോ? ആലപ്പുഴ നമുക്ക് ടെസ്റ്റ് അല്ലേ? വേറെ പ്രശ്നമുണ്ട്. നമുക്ക് ഇനിയിപ്പോ എപ്പ ഏത് ബീച്ചിൽ പോയാലും നല്ല നട്ടുച്ച നല്ല. അല്ല, ഇത് ഫിക്സ് ആയ സ്ഥിതിക്ക് ഇനി വേറെ ബീച്ച് കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ. കഴിക്കാൻ പോയിനി, അതാണ് ഇനി മെയിൻ അജണ്ട. അപ്പോൾ അർത്തുങ്കൽ ബീച്ച് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ലൊക്കേഷനായിട്ട്. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പരിപാടികളേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. ഓക്കെ, ടാറ്റാ, ബൈ.